ഇന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 4 സവാളയും മല്ലിയിലയും പുതിനയിലയും എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ സവാളയൊക്കെ ഒന്ന് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സവാളയൊന്ന് വറുത്തെടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിത് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണേ. വറുക്കാൻ ഇടുന്നതിന് മുൻപായിട്ട് നമുക്കിത് കൈകൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം. അന്നേരം അത് എല്ലാം ഒന്ന് ഇതളായിട്ടൊന്ന് അടർന്നു വരുവേ. അപ്പോൾ അത് വേഗമൊന്ന് ഫ്രൈ ആയി കിട്ടുമേ. ഇനി ഞാനത് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് ഒന്ന് വറുത്തെടുക്കാമേ. അങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ബ്രൗൺ കളറായപ്പോൾ അത് കോരി മാറ്റാമേ. ഇനി ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനാണ്. ഇനി ഒന്ന് മസാല പുരട്ടി വയ്ക്കാമേ. അതിലേക്ക് 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും 1/4 സ്പൂൺ ജീരകവും ഒരു ഹാഫ് നാരങ്ങ നീരും 2 സ്പൂൺ തൈരും പിന്നീട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിലൊരു 1/4 ഭാഗവും ഞാൻ എടുത്തിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാനായി കുറച്ച് ബാക്കി വെച്ചിട്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്യുവർ ഗീ ആണേ. അമ്മ ഉണ്ടാക്കി തന്ന നെയ്യാണേ. അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ ചിക്കനിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നീട് നമ്മുടെ റൈസും ഒന്ന് വേവാൻ വെക്കുന്നുണ്ട്. ചിക്കനും വെച്ചിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇവിടെ പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കനും വേവായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യുന്നത് ഈ സെയിം പാനിൽ തന്നെയാണ്. അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ലെയറായിട്ട് അതൊന്ന് ദം ചെയ്തെടുക്കാമേ. അപ്പോൾ ആദ്യം റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഫുഡ് കളർ ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു കളർഫുള്ളാകാൻ വേണ്ടിയേ. അങ്ങനെ നെയ്യും ഒഴിച്ച് ചിക്കനും ഇട്ട് നമ്മൾ വറുത്ത് വെച്ച സവാളയും മല്ലിയിലയും എല്ലാം ഇട്ട് നമുക്കതങ്ങ് ലെയറായിട്ട് ദം ചെയ്തെടുക്കാമേ. അങ്ങനെ രണ്ടാമത്തെ ലെയറും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ലെയറും നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന് മുകളിലേക്ക് റൈസും ഇട്ടിട്ട് മല്ലിയിലയും പുതിനയിലയും വറുത്ത് വെച്ചിരുന്ന ആ സവാളയും കാഷ്യൂനട്ടും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു 15 to 20 മിനിറ്റ്സ് ഇതൊന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബിരിയാണിയാണ്. അതിൽ ആ സവാള വറുത്തെടുക്കുന്നത് മാത്രമാണ് ഇച്ചിരി ടൈം എടുക്കുന്നത്. ബാക്കി വേഗത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ബിരിയാണിയാണ്. സൂപ്പർ ടേസ്റ്റിയുമാണ്. ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിരുന്നേ. അതങ്ങോട്ട് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് അമ്മ തന്നുവിട്ട ആ നെയ്യൊക്കെ ചേർത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ഒരു ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളത് പ്ലേറ്റിലേക്കൊന്ന് വിളമ്പിയിട്ടുണ്ട്. സാലഡുമുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഞങ്ങളൊന്ന് കഴിക്കട്ടെ. സൂപ്പർ ആണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.